അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ളക്കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അപ്പമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് കേട്ടോ. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് പച്ചരി കുതിർത്ത് കഴുകി വാരിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചരി ഒരു 4-5 മണിക്കൂറെങ്കിലും നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്ത് വെക്കുക. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ പച്ചരി തന്നെയാണ് കേട്ടോ. ദോശക്കൊപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പച്ചരി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു മുട്ട എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിയുടെ അളവ് കൂട്ടി കൊടുക്കണമെങ്കിൽ മുട്ടയുടെ അളവും കൂട്ടി കൊടുക്കുക. ഇനി ഒരു 1/2 ഗ്ലാസ് പാലാണ്, തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ തന്നെ എടുക്കുക കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു 2 ഏലക്കായും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മിക്സിയിൽ. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ എക്സ്ട്രാ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഈ ഒരു ലൂസ് തന്നെ നമുക്ക് ഈ കലത്തപ്പത്തിൻ്റെ മാവ് വേണ്ടത്. ഒരുപാട് കട്ടിയായിട്ട് കലത്തപ്പത്തിൻ്റെ മാവ് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കിട്ടൂല. ഈ ഒരു പാകത്തിനാക്കിയിട്ട് അരച്ചെടുക്കുക. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണം കേട്ടോ. ഒരു 3-4 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണമെങ്കിൽ അത്രയും നല്ലതാണ്. ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. നമ്മളിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ തൂമ്പിച്ചിട്ട് ഒഴിച്ചിട്ടുള്ളതാണ്. വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതുപോലെ കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും ഞാനിതുപോലെ കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നെയ്യ് വേണം നിർബന്ധമൊന്നുമില്ല. ഇനി കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ തന്നെ വറക്കണമെന്നില്ല കേട്ടോ. നെയ്യിൽ വറക്കണമെങ്കിൽ കുറച്ചും കൂടി ആ തേങ്ങാക്കൊത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ കറക്റ്റാണോ എന്നൊക്കെ നോക്കുക കേട്ടോ അരച്ച് വെക്കുന്ന സമയത്ത്. ഇനി ആ തേങ്ങയും ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ആ പാൻ കഴുകാതെ തന്നെ ആ ഒരു ഓയിൽക്ക് തന്നെയാണ് ഞാൻ ഈ മാവ് ഒഴിച്ചിട്ടുള്ളത്. ഒഴിക്കുന്ന സമയത്ത് പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് തീയ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാനായിട്ട്. നമ്മൾ സാധാരണ കലത്തപ്പം ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ പാനിലാണ് ചെയ്തിട്ടുള്ളത്. കുക്കറിൽ ചെയ്യാം, അതുപോലെ ചീനച്ചട്ടിയിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്താൽ മതി. ഞാനിപ്പോൾ പാനിലായതുകൊണ്ട് തന്നെ അധികം കട്ടി ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് അടച്ച് വെച്ചിട്ടൊരു 20 മിനിറ്റ് 15-20 മിനിറ്റ് വരെ ടൈം മതി നമുക്കിത് വേവാനായിട്ട്. ഇപ്പോൾ കുക്കറിൽ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കലത്തപ്പമാണ് കേട്ടോ. അത് നമ്മൾ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അതിന് മുകൾ ഭാഗം ഇതുപോലെ തന്നെ ഇരിക്കുക. ഉൾഭാഗം നന്നായിട്ട് തന്നെ ആരെടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കലത്തപ്പാണിത്. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾക്ക് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നല്ല ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാൻ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാൽ കുറച്ച് മധുരമിട്ടിട്ട് നമുക്കതിൽ മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. കണ്ടില്ല, ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ആരെടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.